ആൽബത്തിന്റെ സംഗീത സംവിധായകനും ഗായകനുമായ രഞ്ജിത്ത് ഉണ്ണിയാണ് ആർട്ട് കഫേയിൽ അതിഥിയായിത്തിരിക്കുന്നത്. രഞ്ജിത്ത്, ആർട്ട് കഫേയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് ഒരു പാട്ട് സംഗീതം നൽകിയിരിക്കുന്നത്. പാട്ട് ഇന്നാണ് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് കിട്ടുന്ന റെസ്പോൺസ്? ആദ്യമായി ഇന്നലെ അന്തരിച്ച പ്രശസ്ത നടി കൽപ്പന ചേച്ചിക്ക് അൻപൻട്രാലെ അമ്മയുടെ ടീമിൻ്റെ വലിയൊരു ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നല്ല റെസ്പോൺസാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ സംഗീത സംവിധാനം ചെയ്യുന്ന ഒരു സെഗ്മെൻ്റായിട്ട് വരുന്നത്. എനിക്കിത് ഇതിൻ്റെ ഒരു ചെറിയൊരു മെസ്സേജ് നൽകണമെന്നുള്ളൊരു ഇതായിട്ടാണ് ഞങ്ങൾ ഈ ആൽബം വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത്. ഞാനും രജിത്തും കൂടെ ഇരുന്ന് കുറച്ച് നാൾ ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഞങ്ങളൊരു പ്ലാൻ ചെയ്ത് എടുത്തൊരു ആൽബമാണ് അൻപൻട്രാലെ അമ്മ. ഓക്കെ, ആരൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്? ഇതിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് പ്രശസ്തനായ ഛായാഗ്രാഹകൻ വിനോദ് ഇല്ലംപള്ളി ചേട്ടനാണ്. പാടിയിരിക്കുന്നത് നമുക്കെല്ലാം സുപരിചിതയായ ശ്വേതാ മോഹനാണ്. ശ്യാം ശശിധരനാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. എന്താ പറയുക, നല്ലൊരു കൂട്ടുകെട്ടോടെ ഒരു നല്ലൊരു സംരംഭത്തിൽ പാർട്ടാവാൻ പറ്റിയത് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു. ഓക്കെ, ഇത് രജിത് മേനോന്റെ തലയിൽ ഉദിച്ച ഒരു ഐഡിയ ആണോ? ഇങ്ങനെ ഒരു മെസ്സേജ് പ്രേക്ഷകരിലേക്ക് എത്തിക്കണോ, ഇല്ലെങ്കിൽ നിങ്ങളൊരു ഗ്യാങ് ഉണ്ടാക്കിയെടുത്ത ഒരു സോങ് ആണോ? രജിത്താണ് ഇതിൻ്റെ കംപ്ലീറ്റ് ഒരു സ്ക്രിപ്റ്റിംഗ് എല്ലാം ചെയ്ത് രജിത്തിൻ്റെ കംപ്ലീറ്റ് ചെയ്തതാണ്. ഞങ്ങൾ രജിത്തിനെ പിന്തുണച്ചു എന്നല്ലാണ്ട് വേറെ കൂടുതലൊന്നും പറയാനില്ല. രജിത്തിൻ്റെ തന്നെയാണ് ഐഡിയാസും കാര്യങ്ങളും. അതിന് ഈണം നൽകാൻ എനിക്ക് പറ്റിയത് ഒരു എന്താ പറയുക, ഞാൻ ലക്കിയും കൂടെയാണ്. ആദ്യമായിട്ട് ചെയ്തതിൽ എനിക്ക് നല്ല റെസ്പോൺസും കിട്ടുന്നുണ്ട്. സോ ബാക്കിയെല്ലാം വളരെ സംതൃപ്തനാണ്. ഓക്കെ, ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് മാഡത്തിന്റെ സ്ക്രീനിൽ കാണുന്നത്. മറ്റാരൊക്കെയാണോ കൂടെ ഉണ്ടായിരുന്നത്? ഇതിൽ എടുത്തു പറയാനുള്ളത് ഒരു തമിഴ് ആൽബം ആയതുകൊണ്ട് ജെറിന മാഡത്തിന് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതയാണ്. പക്ഷേ മാഡം ഏതാണ്ട് ഒരു 32 വർഷത്തിന് ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു മുഴുനീളൊരു തമിഴ് മ്യൂസിക് ആൽബം അല്ലെങ്കിൽ തമിഴ് ഒരു വർക്കിൽ പാർട്ടാവുന്നത്. അതിൽ ഞങ്ങളുടെ ഹോൾ ടീമിന് വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ വലിയൊരു നന്ദിയും മാഡത്തിനോട് പറയുകയാണ് ഈ അവസരത്തിൽ. ബാക്കിയുള്ളത് ഇപ്പോൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയ സുതി വാത്മീകം എന്ന ചിത്രത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോൾ ചെയ്ത ആൻസൺ പോളാണ് ഇതിലെ മകൻ്റെ റോൾ ചെയ്തിരിക്കുന്നത്. ശില്പ ബാലഗോപാൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചെറിയ റോളും കൂടെ ചെയ്തിട്ടുണ്ട്. മെയിൻലി ഇത് ഒരു അമ്മയുടെ ലൈഫിനെ കുറിച്ചുള്ളൊരു ജേണിയാണ്. ഓക്കെ, ഇതിന്ന് വലിയൊരു സന്ദേശം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്നൊരു ആത്മവിശ്വാസം, ഇല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഓർഫനേജിൻ്റെ ഇല്ലെങ്കിൽ വൃദ്ധസദനത്തിൻ്റെ ഒക്കെ ഒരുപാട് സ്റ്റോറീസും ഒരുപാട് സിനിമകളും പാട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഫുൾ ഒരു ലൈഫ് അവിടെ കാണിക്കുകയാണ്, അവസാനം മരണം വരെയുള്ള ഒരു ലൈഫ്. അപ്പം വളരെ നല്ല രീതിയിൽ ഇത് പ്രേക്ഷകരിൽ എത്തിക്കാം എന്നൊരു കോൺഫിഡൻ്റ് ആണോ? കോൺഫിഡൻസ് ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ ആദ്യത്തെ ചിന്ത എന്ന് പറഞ്ഞാൽ ഇന്ന് ടെക്നോളജിയും എല്ലാം ഉണ്ട് ആൾക്കാർക്ക്. പക്ഷേ നമ്മൾ മറന്നു പോകുന്ന പല കാര്യങ്ങളിൽ ഏറ്റവും മികച്ചതായ ഒരു ഭാഗമാണ് അമ്മ. കാരണം നമ്മളെല്ലാവരും മറക്കുന്നതെന്നല്ല പറയുന്നത്, അമ്മയുടെ ഇമ്പോർട്ടൻസ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ എത്രയാണ്, അല്ലെങ്കിൽ ഇനി എപ്പോഴൊക്കെയാണ് നമുക്ക് അതിൻ്റെ അമ്മയുടെ വില ചിലപ്പോൾ നമ്മൾ പല നേരങ്ങളിലും മറന്നു പോകുകയാണെങ്കിൽ ഇതൊരു ഓർമ്മക്കുറിപ്പാണ്. അല്ലെങ്കിൽ നാളെ ഒരാൾ അമ്മയെ ഒരു വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുമ്പോൾ പുള്ളി ഇത് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പറ്റം ആൾക്കാർ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഒരു വേക്കപ്പ് കോൾ കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ വിജയം. തീർച്ചയായും നമുക്ക് ഈ വീഡിയോസും കാണുമ്പോൾ വിനോദ് ഇല്ലംപള്ളിയും ശ്യാം ശശീന്ദ്രനെ ഒട്ടും വിട്ടുകളയാൻ പറ്റുന്നില്ല. കാരണം അതിഗംഭീരമായിട്ടുള്ള ക്യാമറ വർക്കും അത്രയും തന്നെ മനോഹരമായിട്ടാണ് അത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ പങ്ക് വളരെ അധികമാണ്. കാരണം വിനോദേട്ടനായാലും ശരി, ശ്യാമായാലും ശരി, എങ്ങനെ ഇത് മികച്ചതാക്കി കൊണ്ടുവരാം എന്നുള്ള ഇതായിരുന്നു. ഞങ്ങളുടെ ടീമിൽ അങ്ങനെ ഒരു ഇതുണ്ടായില്ല. എത്ര മികച്ചതാക്കാൻ പറ്റും, സമയമെടുത്ത് വളരെ കൃത്യനിഷ്ഠതയോടെയാണ് ഈ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ തീർത്തെടുത്തത്. ഓക്കെ, ഇനി എന്താണ് ഇങ്ങനെ ഒരു മെസ്സേജ് ആദ്യമായി ചെയ്യുന്നത് തന്നെ ഇങ്ങനെ ഒരു നല്ല കാര്യമായതിൻ്റെ ഒരു സന്തോഷമുണ്ടോ? ഇനി വരാനിരിക്കുന്ന വർക്കുകൾ ആൽബംസ് ആണോ ഇല്ലെങ്കിൽ മൂവീസ് ആണോ? ഞാൻ ആക്ച്വലി ഇതിൻ്റെ ആദ്യത്തെ സംഗീതം നൽകിയൊരു ആൽബമാണ്. പിന്നെ ചെറിയ പ്രോജക്ട്സുകളൊക്കെ സംസാരിച്ച് വച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ആത്മവിശ്വാസം മാത്രമേ ഉള്ളൂ.
ഓക്കെ, എന്തായാലും സംഗീത സംവിധായകൻ മാത്രമായിട്ട് അങ്ങ് ഒതുങ്ങിയിട്ടില്ല, ഗായകൻ കൂടിയാണ്. ഗായകനാണ് main. സിനിമയിൽ പാടിയിട്ടുണ്ട്. അപ്പൊ പ്രേക്ഷകർക്ക് വേണ്ടി ഈ പാട്ട് ഉറപ്പായിട്ടും. எந்தன்னுயிரே வாழ்வின் மொழியே காலம் முழுதும் உன்னை ரசிப்பேன் ஆசை மழையே பேசும் அழகே என்னை மறந்து உன்னை இசைப்பேன் உனக்காக இனி நானும் வாழ்வேன் பிள்ளை திருக்கோவில் மணி போல உன் சொல் கேட்கிறேன் உன்னை தாண்டி பேரழகு எதுவும் இல்லை இங்கே ஜீவன் நீயே வாழ்வும் நீயே தெய்வம் தந்த வரம் நீயே ஜீவன் நீயே வாழ்வும் நீயே தெய்வம் தந்த வரம் நீயே. താങ്ക് യു. എന്തായാലും അൻപൻട്രാലെ അന്മ എല്ലാവരിലേക്കും എത്തട്ടെ. ഇനിയും നല്ല നല്ല പ്രോജക്റ്റുകൾ. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് ഞങ്ങൾ അൻപൻട്രാലെ അമ്മ എന്നൊരു തമിഴ് പ്രൊജക്ട് മാത്രമല്ലാതെ ബിത്ത് ലവ് മാ എന്നൊരു ഹിന്ദി വേർഷൻ കൂടെ ഞങ്ങൾ അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും യൂട്യൂബിലാണെങ്കിലും ശരി, ചാനൽസിലാണെങ്കിലും ശരി, ഇനി വരും നാളുകളിൽ ഇത് ചാനൽസിലും വരും. യൂട്യൂബിൽ ഇത് ഇന്ന് റിലീസ് ആയുള്ളൂ, അതാണ് പറഞ്ഞത്. നല്ല റെസ്പോൺസിലാണ് കിട്ടി തുടങ്ങിയിരിക്കുന്നത്. സോ യൂട്യൂബിൽ അൻപൻട്രാലെ അമ്മ അല്ലെങ്കിൽ ബിത്ത് ലവ് മാ 2 ലാംഗ്വേജിൽ ഞങ്ങളിത് റിലീസ് ചെയ്തിട്ടുണ്ട്. സോ കാണുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർസും തരിക. ഓക്കെ, എന്തായാലും താങ്ക്സ് എ ലോട്ട്. ഇത്രയും വിശേഷങ്ങൾ അൻപൻട്രാലെ അമ്മ എന്നൊരു നല്ല മെസ്സേജ് ഉള്ള ഒരു ആൽബം പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിനും വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. സംഗീത സംവിധായകനും ഗായകനുമായ രഞ്ജിത്ത് ഉട്ടിയാണ് അതിഥിയായി ആർട്ട് കഫേയിൽ എത്തിയിരുന്നത്.